നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ അസ്തമയത്തിന്റെ സൂര്യോദയമാകും ഈ തെരഞ്ഞെടുപ്പെന്ന് ബി.ജെ.പി. ദേശീയ വൈസ് പ്രസിഡന്റ് എ.പി. അബ്ദുള്ളക്കുട്ടി. തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. മികച്ച വിജയം നേടുമെന്നും എ.പി. അബ്ദുള്ളക്കുട്ടി. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിൽ ലീഗിന് തലവേദനയായി വിമത സ്ഥാനാർത്ഥി രംഗത്ത്. മത്സരിക്കുന്നത് ലീഗ് മണ്ഡലം കമ്മിറ്റി അംഗവും STU സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പാറക്കൽ നസീർ. പയ്യന്നൂർ നഗരസഭയിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന CPM ബ്രാഞ്ച് സെക്രട്ടറി C. വൈശാഖിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്. വാർത്തകൾ വിശദമായി. പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ അസ്തമയത്തിന്റെ സൂര്യോദയമാകും ഈ തെരഞ്ഞെടുപ്പെന്ന് ബി.ജെ.പി. ദേശീയ വൈസ് പ്രസിഡന്റ് എ.പി. അബ്ദുള്ളക്കുട്ടി. മുസ്ലിം ലീഗിൽ നിന്നും രാജിവെച്ച് NDA സ്ഥാനാർത്ഥിയായ ഉമർ ഫാറൂഖ് കീഴ്പ്പാറയുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് പാനൂർ നഗരസഭയിലെത്തിയതായിരുന്നു അബ്ദുള്ളക്കുട്ടി. മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി അംഗമായ ഉമർ ഫാറൂഖ് കീഴ്പ്പാറ കഴിഞ്ഞ ദിവസമാണ് ബി.ജെ.പിയിൽ അംഗത്വമെടുത്തത്. പാനൂർ നഗരസഭയിലെ 16ാം വാർഡിൽ നിന്നാണ് ഉമർ ഫാറൂഖ് ജനവിധി തേടുന്നത്. പത്രികാ സമർപ്പണത്തിന് സാക്ഷിയാകാനാണ് ദേശീയ വൈസ് പ്രസിഡന്റ് എ.പി. അബ്ദുള്ളക്കുട്ടി എത്തിയത്. ബി.ജെ.പി. തൊട്ടുകൂടാനാകാത്ത പാർട്ടിയാണെന്ന ധാരണ തിരുത്തപ്പെടുകയാണെന്നും ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് അയ്യപ്പ ഭക്തർ വോട്ടിലൂടെ തിരിച്ചടി നൽകുമെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടി ന്യൂനപക്ഷങ്ങൾക്ക് എതിരാണ് എന്നുള്ള പ്രചരണത്തിൻ്റെ മുനിയൊടിയുന്ന വാർത്തകളാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും. ഇവിടെ പാനൂർ മുനിസിപ്പാലിറ്റിയിൽ മുസ്ലിം ലീഗ് സ്ഥാപിച്ച ജീവിക്കുന്ന മരണം വരെ അതിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഒരു വലിയ മനുഷ്യൻ്റെ മകൻ ഉമർ ഫാറൂഖ് കീഴ്പ്പാറ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുക്കുക മാത്രമല്ല, പാർട്ടി അദ്ദേഹത്തിന് ഇവിടെ മത്സരിക്കാനുള്ള അവസരം നൽകിയില്ല. ഇവിടെ ഏറ്റവും അവസാനം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാർ കൂടി പിടിക്കപ്പെട്ടപ്പോൾ ഒരു കാര്യം വ്യക്തമായി, പിണറായി വിജയനും കൂട്ടരും പ്രചരിപ്പിച്ചത് ഇത് ഉദ്യോഗസ്ഥന്മാരുടെ പിഴവാണ്, വീഴ്ചയാണ്, അല്ല ഇത് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള കൊള്ളയാണെന്ന് N. വാസുവും പത്മകുമാറും അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് വ്യക്തമായിരിക്കാം. ഞാൻ വിശ്വസിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാർ പോളിംഗ് ബൂത്തിൽ ചെന്ന് അയ്യപ്പനെ മനസ്സിൽ ധ്യാനിച്ച് പിണറായി വിജയൻ്റെ നെഞ്ഞരപ്പല നോക്കി, പിണറായി വിജയൻ്റെ നിറന്തല നോക്കി കുത്തിക്കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അത്രമാത്രം വികാരം ഈ നാട്ടിൽ. നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയം ജനങ്ങളിലെത്തിക്കഴിഞ്ഞു. കിറ്റ് നൽകി വോട്ട് വാങ്ങുന്ന തന്ത്രം ഇനി നടക്കില്ല. 39 ലക്ഷം കർഷകർക്ക് 6000 രൂപ വീതമാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വഴി ലഭിക്കുന്നത്. പിണറായി വിജയന്റെ അസ്തമയത്തിന്റെ സൂര്യോദയമാകും തെരഞ്ഞെടുപ്പെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. 39 ലക്ഷം കുടുംബങ്ങളിലാണ് ഇത്. പിണറായി വിജയൻ കൊടുക്കുന്ന കിറ്റിനേക്കാളും വില കൂടിയതാണ്. കാരണം വർഷം 6000 രൂപ കൃഷി സമ്മാൻ നിധിയായിട്ട് കൊടുക്കുകയാണ്. ഇന്ന് കൃഷിക്കാർക്ക് കൃഷി സമ്മാൻ നിധി, ഇതുപോലെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനം, ഇതിലെല്ലാം ഒരു നല്ല ഒരു അനുകൂലമായ അന്തരീക്ഷമുണ്ട്. അതുകൊണ്ട് ബി.ജെ.പി. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രധാന നഗരങ്ങൾ ഭരിക്കും, പല പഞ്ചായത്തുകളിലും ഭരിക്കും, വലിയ മുന്നേറ്റം ഉണ്ടാക്കും, വോട്ട് ഷെയർ വർദ്ധിക്കും. ഇത് 2026 പിണറായി വിജയൻ്റെ അസ്തമയത്തിൻ്റെ സൂര്യോദയമാക്കി ഈ തെരഞ്ഞെടുപ്പ് മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്ഥാനാർത്ഥികളായ M.K. രത്നാകരൻ, C.P. സംഗീത എന്നിവരെയും അബ്ദുള്ളക്കുട്ടി ഷാളണിയിച്ചു. കോഴിക്കോട് മേഖലാ സെക്രട്ടറി K.K. ധനഞ്ജയൻ, മണ്ഡലം പ്രസിഡന്റ് K.C. വിഷ്ണു, രാജേഷ് കൊച്ചിയങ്ങാടി, പ്രജീഷ്, വിപിൻ എന്നിവരും സംബന്ധിച്ചിരുന്നു. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിൽ മുസ്ലിം ലീഗിന് തലവേദനയായി വിമത സ്ഥാനാർത്ഥി രംഗത്ത്. മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി അംഗവും STU സംസ്ഥാന കമ്മിറ്റി അംഗവുമായ നസീർ പാറക്കലാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ പത്രിക സമർപ്പിച്ചത്. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ N.K. സാഗർ മുമ്പാകെയാണ് നസീർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്.
പാണക്കാട് തങ്ങൾ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി താനാണെന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രാദേശിക തലത്തിൽ ചർച്ച നടന്നിട്ടില്ലെന്നും നസീർ പാറക്കൽ പറഞ്ഞു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ടി.പി. മുസ്തഫ സ്വന്തം താൽപര്യപ്രകാരമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതെന്നും പ്രവർത്തകരുടെ വികാരം മാനിച്ചാണ് താൻ മത്സരത്തിനിറങ്ങുന്നതെന്നും നസീർ പാറക്കൽ പറഞ്ഞു. ഞാൻ വിമതനാണെന്നും പറഞ്ഞുകൂടാ. കാരണം സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയും പാണക്കാട് തങ്ങളും പറഞ്ഞത് പഞ്ചായത്ത് വാർഡിലേക്കുള്ള സ്ഥാനാർത്ഥികളെ അതാത് വാർഡിൽ പോയി കണ്ടെത്തണം. പക്ഷേ ഈ ചെണ്ടാട് പ്രദേശത്ത് മുസ്ലിം ലീഗിനെ നശിപ്പിച്ചു കൊണ്ടുവെക്കുന്ന ചില ആളെ ഇടപാട് കാരണം ഞങ്ങളെ ശാഖ കമ്മിറ്റി പോലും വിളിക്കാതെ തികച്ചും നിരന്തരമായി ഒരു സ്ഥാനാർത്ഥിയെ സ്വന്തം വീട്ടുനാറ്റം പ്രഖ്യാപിച്ച പോലെ ഇവിടെ കെട്ടിയിറക്കുകയായിരുന്നു ഉണ്ടായത്. നമ്മളൊക്കെ പാർട്ടിയുടെ ഒരുപാട് സ്ഥാനമാനങ്ങൾ വഹിക്കുന്നുണ്ട്. എസ്.ടുവിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, മണ്ഡലം കമ്മിറ്റി അംഗം, പഞ്ചായത്ത് കൗൺസിലർ, ശാഖന്റെ ജനറൽ സെക്രട്ടറി, മേഖലാ കമ്മിറ്റി, അങ്ങനെ എല്ലാ ഭാരവാഹികളുള്ള ഞങ്ങളോട് പോലും ഒരു ഫോൺ കോൾ പോലും ചെയ്യാതെ ഒരു സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കുകയായിരുന്നു. അന്ന് തന്നെ ഇവരിങ്ങനെ ഒരു തീരുമാനം എടുത്ത് അറിഞ്ഞപ്പോൾ തന്നെ ആൾ പറഞ്ഞു ഞങ്ങൾക്ക് വാർഡിലുള്ള സ്ഥാനാർത്ഥിയാണ് വേണ്ടത്. ഇവിടെ ഒരുപാട് ഈ വാർഡിൽ തന്നെ ജില്ലാ കമ്മിറ്റി അംഗമുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ കൈവും രക്തവും മാംസവും ചോരയും നീരും ഇറക്കിയ ഒരുപാട് പ്രവർത്തകർ ഞങ്ങൾ ഈ വാർഡിലുണ്ട്. അവരിൽ ആർക്കെങ്കിലും ഒരു സ്ഥാനാർത്ഥിത്വം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ അവഹേളിക്കുന്ന ഒരു സമീപനമാണ് ഈ മുസ്ലിം ലീഗിനെ കാർന്നു നിന്ന ഈ ചെണ്ടാട് പ്രദേശത്ത് മുസ്ലിം ലീഗിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനിൽ നിന്നുണ്ടായ ഒരു മറുപടി. പേര് പറയാൻ ഞാൻ മണ്ഡലം കമ്മിറ്റിക്കൊക്കെ ഒരുപാട് പ്രാവശ്യം പരാതിയൊക്കെ കൊടുത്തതാ. കാരണം നിങ്ങൾക്കറിയാം, വീട് മൊകേരി പഞ്ചായത്തിലും താമസം മൊകേരി പഞ്ചായത്തിലാണെങ്കിലും അവിടെ നിന്നും ക്ലച്ച് പിടിക്കാതെപ്പോൾ ഈ ചെണ്ടാട് പ്രദേശത്തെ ഒരു വീട്ടിന്റെ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ചെണ്ടാട് പ്രദേശത്ത് വോട്ട് പോലും ഉള്ള ആ വ്യക്തി ടി.പി. മുസ്തഫ. അവനാണ് ഈ പ്രദേശത്തെ മാവിലേരി അടക്കം അല്ലെ നമ്മുടെ ചെണ്ടാട് മേഖലയിലടക്കം മുസ്ലിം ലീഗിനെ ഇത്രയും ഒരു നിർവീജ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക നേതൃത്വം കരയേണ്ടി വരുമെന്നും നസീർ പാറക്കൽ വ്യക്തമാക്കി. എന്തായാലും റിസൾട്ട് വരുമ്പോൾ ഇതിന്റെ വേക്കിൽ കളിച്ച ഇവരൊക്കെ കരയേണ്ടി വരും. തീർച്ചയായിട്ടും എനിക്ക് 100% ഉറപ്പുണ്ട്. ഈ വാർഡിൽ നിന്നും മഞ്ഞക്കായഞ്ഞരം 2ാം വാർഡിൽ നിന്നും വിജയിക്കുക എന്നുള്ള നല്ല വിശ്വാസത്തോടും ഉറപ്പോടുകൂടി തന്നെയാണ് മത്സരിക്കുന്നത്. എന്നാൽ നസീർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ടി.പി. മുസ്തഫ പ്രതികരിച്ചു. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ ശക്തമായ സംഘടനാ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹം ഉൾക്കൊള്ളുന്ന യോഗത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല, ഒരു ഘട്ടത്തിലും ആരും പറഞ്ഞിട്ടില്ല. മത്സരിക്കാൻ വല്ല താല്പര്യമുണ്ടെങ്കിൽ നേതാക്കന്മാരുടെ മുന്നിൽ എന്ന് പറഞ്ഞാൽ ഞാനല്ലാത്ത നേതാക്കന്മാരുണ്ട്, അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അർഹതയുണ്ടെങ്കിൽ ഒരുപക്ഷെ അംഗീകരിക്കും, അല്ലെങ്കിൽ ഒഴിവാക്കും. അദ്ദേഹമുള്ള യോഗത്തിലാണ് തീരുമാനം എടുക്കുന്നത്. അദ്ദേഹം ഉൾക്കൊള്ളുന്ന യോഗമാണ് സബ് കമ്മിറ്റിയെ രൂപീകരിക്കുന്നത്. ആ സബ് കമ്മിറ്റി യോഗത്തിൽ വെച്ചാണ് സ്ഥാനാർത്ഥിയെ കണ്ടെത്താത്തതിന്റെ പേരിൽ വീണ്ടും മുസ്ലിം ലീഗിന്റെ UDFന്റെ പഞ്ചായത്ത് ചെയർമാനായിട്ടുള്ള P.P. ഹമീദിന്റെ സമ്മർദ്ദത്തിന് പരമായിട്ട് നിലവിലുള്ള സ്ഥാനാർത്ഥി രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത്. പിന്നെ മത്സരിക്കേണ്ട യോഗ്യത എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആർക്കും കേരള പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് ആർക്കും മത്സരിക്കാം. പക്ഷേ 24-ാം തീയതി കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ ഒറ്റ സ്ഥാനാർത്ഥി മാത്രമേ ഉണ്ടാവുകയുള്ളൂ, UDFന്റെ ഒറ്റ സ്ഥാനാർത്ഥി ഉണ്ടാവുകയുള്ളൂ. പാർട്ടിക്ക് ചില നിയമങ്ങളും ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന്റെ മേലെ ആരുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഉൾപ്പെടെ. അത് പാർട്ടിയുടെ പാരമ്പര്യമാണ്. ആദരണീയനായ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇബ്രാഹിം സുലൈമാൻ സർ സാഹിബും കെ സാഹിബും ഒക്കെ പാർട്ടിക്ക് അതീതമായി ചിന്തിച്ചപ്പോൾ നടപടിയെടുത്തൊരു പാർട്ടിയാണിത്. അതുകൊണ്ട് എനിക്ക് എന്റെ സഹപ്രവർത്തകനോട് പറയാനുള്ളത്, സമയം ഇന്നും വൈകിയിട്ടില്ല, തിങ്കളാഴ്ച വരെയുണ്ട്. പാർട്ടിയിലേക്ക് തന്നെ അടിയുറച്ചു നിന്നൊരു മുസ്ലിം ലീഗുകാരനായിട്ട് ആജീവനാന്ത പ്രവർത്തിക്കണമെന്നാണ് പറയാനുള്ളത്. മറ്റ് മുസ്ലിം ലീഗിന്റെ പാരമ്പര്യത്തെപ്പറ്റിയോ അതിന്റെ ഘടനയെപ്പറ്റിയും ആരും പാർട്ടിക്ക് മേലെയല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതൊരുത്തനായാലും പാർട്ടിയുടെ മേലെയല്ല, പാർട്ടിക്ക് വിധേയനാണ്. ആ വിധേയത്വത്തിന് വേണ്ടി ഇദ്ദേഹം ഈ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ പാർട്ടിയുടെ പഞ്ചായത്ത് മുതൽ വിവിധ ഘടകങ്ങളിലുള്ളവർ ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഇദ്ദേഹമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ
വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുക എന്നത് ഇദ്ദേഹത്തിന്റെ ഒരു നയമാണ്. കഴിഞ്ഞ യൂസഫ് മാസ് 2020 തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഇതേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹം വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അന്ന് പാർട്ടി അതിനെ അതിജീവിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് വിജയം പരാജയം എന്നതിലപ്പുറം ഒരു സംഘടനാ സംവിധാനം തകർത്തുകൊണ്ടുള്ള ഒരു കാര്യത്തിനും മുസ്ലിം ലീഗ് നിലകൊള്ളുകയില്ല. 2ാം വാർഡും 23ാം വാർഡും പതിവിന് വിപരീതമായ ഭൂരിപക്ഷത്തോടുകൂടി മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കും. ഇത്തരം കാര്യങ്ങളെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ തയ്യാറല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2ാം വാർഡിലെ ഈ വിമത നീക്കം തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് വെല്ലുവിളിയാകുമെന്ന് ഉറപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരി നഗരസഭയിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നഗരസഭാ ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. LS പ്രഭു മന്ദിരത്തിൽ നിന്നും പ്രകടനമായാണ് എത്തിയത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MP അരവിന്ദാക്ഷൻ ഉൾപ്പെടെയുള്ളവരാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. സജീവ് മാറോളി, അഡ്വക്കേറ്റ് KA ലത്തീഫ്, N മഹമ്മൂദ്, E വിജയകൃഷ്ണൻ, PV രാധാകൃഷ്ണൻ, CKP മമ്മു, KE പവിത്രരാജ്, A ശർമിള, N അഷ്റഫ്, CM സുധിൻ എന്നിവർ ഒപ്പമുണ്ടായി. പയ്യന്നൂർ നഗരസഭയിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന CPM ബ്രാഞ്ച് സെക്രട്ടറി C വൈശാഖിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിനാലാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതെന്ന് ജില്ലാ കമ്മിറ്റിയുടെ വാർത്താക്കുറിപ്പ്. പയ്യന്നൂർ നഗരസഭ 36ാം വാർഡിൽ സ്വതന്ത്രനായി വൈശാഖ് പത്രിക നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പാർട്ടി നടപടി. പയ്യന്നൂർ നഗരസഭയിലെ 36ാം വാർഡിലാണ് വൈശാഖ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കോൺഗ്രസ് എസിലെ P ജയനാണ് വാർഡിലെ LDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി. P ജയന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെയാണ് കാര നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന വൈശാഖ് C മത്സരത്തിനിറങ്ങിയത്. പാർട്ടി നിർദ്ദേശങ്ങളും മുന്നണി തീരുമാനങ്ങളെയും ലംഘിച്ച് മത്സരരംഗത്ത് തുടരുന്നതിനെ തുടർന്ന് C വൈശാഖിനെതിരെ CPM നടപടി സ്വീകരിച്ചിരിക്കുന്നത്. വൈശാഖ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെ പാർട്ടി നടപടിയെടുക്കുകയായിരുന്നു. നേരത്തെ പയ്യന്നൂരിലെ CPMലെ വിഭാഗീയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ താക്കീത് നേരിട്ട ആളാണ് വൈശാഖ് എന്നാണ് CPM ഔദ്യോഗിക നേതാക്കളുടെ രഹസ്യമായ പ്രതികരണം. പാർട്ടിക്കോ പാർട്ടി നയത്തിനോ താൻ എതിരല്ല. പ്രദേശത്തെ CPM പ്രവർത്തകരുടെ പിന്തുണ ഉണ്ടെന്നാണ് വൈശാഖിന്റെ അവകാശവാദം. പ്രവർത്തകർ പറഞ്ഞതനുസരിച്ചാണ് സ്ഥാനാർത്ഥി ആയതെന്നും വൈശാഖ് പറഞ്ഞിരുന്നു. CPM ശക്തി കേന്ദ്രമായ പയ്യന്നൂരിൽ പാർട്ടിക്ക് അകത്തെ വിഭാഗീയതയാണ് മറനീക്കി പുറത്തുവരുന്നത്. കോർപ്പറേഷനിൽ 12 ഡിവിഷനുകളിൽ മത്സരിക്കുമെന്ന് മുൻ കോൺഗ്രസ് നേതാവ് PK രാഗേഷ്. K സുധാകരനുമായി ഇടഞ്ഞു നിൽക്കുന്ന നിലവിലെ കൗൺസിലറായ PK രാഗേഷ് പഞ്ഞിക്കരയിൽ ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാവും. കണ്ണൂർ കോർപ്പറേഷനിൽ 12 ഡിവിഷനുകളാണ് ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. ഇപ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ കോർപ്പറേഷനിലെ ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതി കണ്ണൂർ കോർപ്പറേഷനിൽ മത്സരിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ 2-ാം തീയതി നമ്മുടെ ചേംബറിലുള്ള നമ്മുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്. അന്ന് നമ്മൾ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചത് നമ്മളുമായി സഹകരിക്കാൻ പറ്റുന്ന മറ്റു ഇതേ സമാനമായി ചിന്തിക്കുന്നവരുമായി കൈകോർത്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പ്രവർത്തനം നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംസ്ഥാന ഘടകത്തിൻ്റെ കണ്ണൂരിലുള്ള ഘടകം കൂടി നമ്മളോടൊപ്പം സഹകരിക്കാമെന്ന് പറഞ്ഞ് അവരും നമ്മളും കൂടി ഒന്നിച്ചാണ് മത്സരരംഗത്തുള്ളത്. അപ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നയപ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് അഴിമതിരഹിതമായ അഴിമതി വിരുദ്ധമായ ഒരു കണ്ണൂർ കോർപ്പറേഷൻ പടുത്തുയർത്തണം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ഏതൊക്കെ പദ്ധതികളിലാണ് അഴിമതി എന്നത് നിങ്ങളെല്ലാവരും കണ്ടു. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായി അഴിമതിയുമായി ബന്ധപ്പെട്ട പല സമരങ്ങളാണ് കണ്ണൂരിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷനിൽ 12 ഡിവിഷനുകളിലാണ് ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. സഹകരിക്കാൻ താൽപര്യപ്പെടുന്നവരെ എല്ലാം ഒന്നിച്ചു നിർത്തുമെന്ന് PK രാഗേഷ് പറഞ്ഞു. ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യയും ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതിയും സംയുക്തമായാണ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. ചൊക്ലിയിൽ UDF സ്ഥാനാർത്ഥിയുടെ പിതാവിനെ CPM നേതൃത്വം ഭീഷണിപ്പെടുത്തിയെന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്ന് CPIM മേനക് ഫ്രം ലോക്കൽ കമ്മിറ്റി പ്രസ്താവനയിലൂടെ അറിയിച്ചു.
പാർട്ടി നേതാക്കളായ വി ഉദയൻ മാസ്റ്റർക്കെതിരെയും VK രാഗേഷിനുമെതിരെയും UDF നടത്തുന്ന കള്ളപ്രചരണങ്ങൾ തള്ളിക്കളയണമെന്നും CPM അഭ്യർത്ഥിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്തെന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസായി വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 0490222803 9497360333. തിരികെ വാർത്തകളിലേക്ക്. ലോറി കടന്നു പോകുന്നതിനിടെ ഇന്റർലോക്ക് കട്ടതിർച്ച് ചില്ലു തകർന്ന AVK നായർ റോഡിലെ മൊബൈൽ ഷോപ്പ് കട മാരിയമ്മ വാർഡിലെ UDF സ്ഥാനാർത്ഥി നൂറ് ടീച്ചർ സന്ദർശിച്ചു. കരാർ ഏറ്റെടുത്തവർ ജാഗ്രതയോടെ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി നടത്തണമെന്നും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ വികസനത്തെ കാണരുതെന്നും നൂറ് ടീച്ചർ പറഞ്ഞു. ലോറി കടന്നു പോകുന്നതിനിടെ ഇന്റർലോക്ക് കട്ടതിർച്ച് ചില്ലു തകർന്ന AVK നായർ റോഡിലെ മൊബൈൽ ഷോപ്പ് കട മാരിയമ്മ വാർഡിലെ UDF സ്ഥാനാർത്ഥി നൂറ ടീച്ചർ സന്ദർശിച്ചു. കരാർ ഏറ്റെടുത്തവർ ജാഗ്രതയോടെ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി നടത്തണമെന്നും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ വികസനത്തെ കാണരുതെന്നും നൂറ ടീച്ചർ പറഞ്ഞു.
AVK നായർ റോഡിലെ 4G മൊബൈൽ സ്റ്റോറിന്റെ ചില്ലാണ് വ്യാഴാഴ്ച ഉച്ചയോടെ തകർന്നത്. കടയുടമ സർഫറാസ് ഷെറിയുടെ സഹോദരനും ഷോപ്പ് മാനേജറുമായ ഷാനിക്കാണ് കാലിന് ചീളുതെറിച്ച് പരിക്കേറ്റത്. റോഡിന് സമീപത്തായി ഇറക്കിവെച്ച ഇന്റർലോക്ക് കട്ട ലോറി പോകുമ്പോൾ തെറിച്ചാണ് അപകടമുണ്ടായത്. നേതാക്കളായ കെ ഖാലിദ്, റുവൈസ്, കെ മുഹമ്മദ് റഹീസ്, ഫൈസൽ നരസിംഹം, AP റഹീം എന്നിവരും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. ചൊക്ലി സബ് ജില്ലാ കായികമേളയിൽ കിഡീസ് ഗേൾസ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ ഒളവിലം SUM സ്കൂളിലെ കുട്ടികൾ ആഹ്ലാദ പ്രകടനം നടത്തി. SUM സ്കൂളിൽ നിന്നും തിരുമംഗലം സ്കൂൾ വരെ റാലി നടത്തിയാണ് കുട്ടികൾ വിജയം ആഘോഷിച്ചത്. ചൊക്ലി സബ് ജില്ലാ കായികമേളയിൽ കിഡീസ് ഗേൾസ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ ഒളവിലം SUM സ്കൂളിലെ കുട്ടികൾ ആഹ്ലാദ പ്രകടനം നടത്തി. SUM സ്കൂളിൽ നിന്നും തിരുമംഗലം സ്കൂൾ വരെയാണ് റാലി നടത്തിയത്. സ്കൂൾ ചെയർമാൻ ഷറഫുദ്ദീൻ മാസ്റ്റർ, കൺവീനർ ഖാലിദ്, PTA പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് ഹാറൂൺ, മദർ PTA പ്രസിഡന്റ് ഹസീബ, വൈസ് പ്രസിഡന്റ് മുബീന സാജിദ്, സ്കൂൾ PT ടീച്ചർ സജില, മദർ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, അധ്യാപകന്മാർ, പ്രിൻസിപ്പൽ ഹരിദാസ്, വൈസ് പ്രിൻസിപ്പൽ വീണ എന്നിവർ പങ്കെടുത്തു. സ്ത്രീകളെയും കുട്ടികളെയും സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരള ജനമൈത്രി പോലീസ് നടപ്പിലാക്കുന്ന സ്ത്രീ സ്വയം സുരക്ഷാ പ്രതിരോധ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ചൊക്ലി വിക്ടോറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ കണ്ണൂർ സിറ്റി പോലീസ് മാസ്റ്റേഴ്സ് ട്രെയിനേഴ്സ് TV സിനിജ ക്ലാസ് നയിച്ചു. ചൊക്ലി വിക്ടോറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ സ്ത്രീ സ്വയം സുരക്ഷാ പ്രതിരോധ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരള ജനമൈത്രി പോലീസ് നടപ്പിലാക്കുന്ന സ്ത്രീ സ്വയം സുരക്ഷാ പ്രതിരോധ പരിശീലന ക്ലാസ്സാണ് സംഘടിപ്പിച്ചത്. കണ്ണൂർ സിറ്റി പോലീസ് മാസ്റ്റേഴ്സ് ട്രെയിനേഴ്സ് TV സിനിജ ക്ലാസ് നയിച്ചു. ക്യാച്ച് ആൻഡ് റിലീസ്. നമ്മുടെ കയ്യിൽ ഒരാൾ കയറി പിടിച്ചാൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ പറ്റും? ആദ്യം കയ്യിൽ പിടുത്തം വീണാൽ എന്താണ് സ്വാഭാവികം, നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കൂലേ? അപ്പൊ ആദ്യം പിടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി നോക്കി ഇയാള് പറ്റുന്നില്ല, ഇയാള് ശക്തിയിലെ പിടിച്ചിട്ടില്ല. അപ്പൊ ഓടാൻ വേണ്ടി നിന്ന് ഇയാൾ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് എതിരാളിയുടെ അടുത്തേക്ക് വരുന്നു. എതിരാളിയുടെ അടുത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണുള്ളത്? ഫ്രീ ആയ കയ്യാണ് മുട്ടിൽ കിട്ടി L ഷേപ്പില് ബോഡിയിലേക്കുള്ളത്. കണ്ടാ, ഈ ഒരു L ഷേപ്പിലാണ് ബോഡിയിലേക്കുള്ളത്. അതോടൊപ്പം എന്ത് ചെയ്തു? ഈ രണ്ട് കാലും നോക്കിയേ, ഈ ഓടാന്ന് അയാൾ പെട്ടെന്ന് എതിരാളിയുടെ അടുത്തേക്ക് വരും. ഈ എതിരാളി ഇയാളെ തട്ടിയാലും ഇയാള് വീഴൂല. ആ കുറഞ്ഞ സമയമാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയും പറഞ്ഞത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള ജനമൈത്രി പോലീസ് നടപ്പിലാക്കുന്ന പരിപാടിയാണ് സ്ത്രീ സ്വയം സുരക്ഷാ പ്രതിരോധ പരിശീലന പരിപാടി. അപ്രതീക്ഷിതമായി നമുക്ക് നേരെ ഒരു അതിക്രമം വരികയാണെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ ശരീരഭാഗങ്ങളെ തന്നെ ആയുധങ്ങളാക്കിക്കൊണ്ട് എങ്ങനെ രക്ഷപ്പെട്ടു പോകാം എന്നതിനുള്ള ക്ലാസ്സാണ് നമ്മൾ സ്ത്രീകളെയും കുട്ടികൾക്കും ഉൾപ്പെടുന്ന ടീമിന് നൽകി വരുന്നത്. ഇത് 2012 ശേഷമുള്ള നിർഭയ സംഭവത്തിന് ശേഷമാണ് ഈ സെൽഫ് ഡിഫൻസ് ട്രെയിനിങ് ടീമിൻ്റെ ഉത്ഭവം തന്നെ. അപ്പോൾ സ്ത്രീ കൂട്ടായ്മകളിലും സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നൽകി വരുന്നുണ്ട്. ഇത് 20 മണിക്കൂറുള്ള ക്ലാസ്സുകളാണ് നൽകുന്നത്. സിറ്റി പോലീസ് മാസ്റ്റേഴ്സ് ട്രെയിനേഴ്സുമാരായ മഹിത, ആശ്രിത, ജമീല, റാണിപ്രിയ, മിനി, പ്രമിത എന്നിവർ പരിശീലനം നൽകി. ASI വിജേഷ്, ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജർ സന്തോഷ് കുമാർ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ റീജ സന്തോഷ്, അധ്യാപിക ബേബി സഹിത എന്നിവർ സംബന്ധിച്ചു. ചടങ്ങിൽ വെച്ച് പരിശീലകരെ ആദരിക്കുകയും ചെയ്തു. ഒരിടവേള കൂടി.
PK In-Store, Chokli, Mahi. The biggest showroom and experience center in South India for tiles and sanitary ware. Has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. കടവത്തൂർ PKM ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊതിയൂറും വിഭവങ്ങളുമായി മൈത്രി എബിലിറ്റി കഫേ പ്രവർത്തനം ആരംഭിച്ചു. കടവത്തൂർ മൈത്രി സ്പെഷ്യൽ സ്കൂളിന്റെ നേതൃത്വത്തിലാണ് കഫേ ആരംഭിച്ചത്. ദിവസവും രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 2 വരെ PKM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പുതിയ രുചിക്കൂട്ടുകൾ നുണയാം. തങ്ങളുടെ ശാരീരികവും മാനസികവുമായ പരിമിതികളെ മറികടന്നാണ് കടവത്തൂർ മൈത്രി സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ സ്വയം തൊഴിൽ സംരംഭമായ മൈത്രി എബിലിറ്റി കഫേ കടവത്തൂർ PKM ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ചത്. മാനേജർ PPA സലാം ഉദ്ഘാടനം ചെയ്തു.
PTA പ്രസിഡന്റ് നാസർ പുത്തലത്ത് അധ്യക്ഷനായി. മൈത്രി സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ ആരതി രാമചന്ദ്രൻ, മൈത്രി സ്പെഷ്യൽ സ്കൂൾ സെക്രട്ടറി R. അബ്ദുള്ള ഖാദർ സുലമി, കടവത്തൂർ PKM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ VK സുജൻ, പ്രധാനാധ്യാപകൻ റമീസ് പാറാൽ, സ്റ്റാഫ് സെക്രട്ടറി P. ഇസ്ഹാഖ്, KP സൈഖ, T. മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. ഉഴുന്നുവട, പരിപ്പുവട, പഴംപൊരി, ഇറച്ചിപ്പത്തൽ, പഴം നിറച്ചത്, ലൈം, ചായ എന്നിവ എബിലിറ്റി കഫേയിൽ ലഭിക്കും. കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്ന തുക മൈത്രിയിലെ വിദ്യാർത്ഥികൾക്ക് തന്നെ കൂലിയായി നൽകും. ശ്രേയ, വിഘ്നേഷ്, മോസിൻ, ഷരീഫ്, തീർത്ത, നിഹാൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് കഫേയുടെ പ്രവർത്തനം. എല്ലാ ദിവസവും രാവിലെ 11 മണി മുതൽ 2 മണി വരെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇഷ്ട വിഭവങ്ങളൊരുക്കി കഫേ പ്രവർത്തിക്കും. മുബാറക് വിമൻസ് കോളേജിന്റെ 10ാം വാർഷികാഘോഷ പരിപാടികൾ ശനിയാഴ്ച ഉച്ച മുതൽ ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. കോളേജ് കമ്മിറ്റി പ്രസിഡന്റ് C. ഹാരിസ് ഹാജിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടനം KK രമ MLA നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തലശ്ശേരി മുബാറക് വിമൻസ് കോളേജ് 10ാം വാർഷികാഘോഷം ശനിയാഴ്ച തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. ഉച്ചയ്ക്ക് 2-ന് KK രമ MLA ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്ന് കോളേജ് കമ്മിറ്റി ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 10 വർഷമായിരിക്കുകയാണ്. കോളേജിൻ്റെ ആരംഭ കാലഘട്ടം മുതൽ ഈ 10 വർഷം അവിടെ സേവനം അർപ്പിച്ച അധ്യാപകന്മാർ അവിടെയുണ്ട്. അവരെ ആദരിക്കൽ ചടങ്ങും പ്രസ്തുത പരിപാടി വിളിച്ച് നടക്കുന്നതാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ഉന്നത വിജയികൾക്കുള്ള ആദരവും ആ ചടങ്ങിൽ വെച്ച് നടക്കുന്നതാണ്. ഈ 10 വർഷക്കാലത്തിനിടയിൽ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കോളേജിൻ്റെ സ്റ്റാഫും രക്ഷിതാക്കളും കുട്ടികളും മാനേജ്മെൻറ്റും ഒക്കെ കൂട്ടായ്മയോട് പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനം ഉന്നത നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. കോളേജ് കമ്മിറ്റി പ്രസിഡന്റ് C. ഹാരിസ് ഹാജി ചടങ്ങിൽ അധ്യക്ഷനാകും. സിനി ആർട്ടിസ്റ്റ് കലാഭവൻ സമദ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. പാഠ്യേതര വിഷയങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മുബാറക് കോളേജിന് പിന്നിട്ട നാളുകളിൽ ഒരു പ്രദേശത്തിന്റെ ആകെ വിദ്യാഭ്യാസ ആവശ്യകത നിറവേറ്റാൻ സാധിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എഡ്യൂക്കേഷനും ഈ വർഷം മുതൽ ആരംഭിച്ച് കുട്ടികളെ കൂടുതൽ പ്രബുദ്ധരാക്കുവാനും ഭാവിയിൽ അത്തരം മേഖലകളിൽ കടന്നാൽ മാത്രമേ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡിഗ്രിയുടെ കൂടെ ആഡ് ഓൺ കോഴ്സുകൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ 10 വർഷത്തിനുള്ളിൽ ഏകദേശം 1000-ലധികം വിദ്യാർത്ഥികൾ അവിടുന്ന് പഠിച്ചിറങ്ങി ജോലിയിൽ വ്യാപൃതരായിട്ടുണ്ട് എന്നത് ഞങ്ങൾ കണക്കെടുപ്പിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏറ്റവും ചരിതാർത്ഥ്യജനകമായൊരു കാര്യം, ഒരു സമാന്തര കോളേജ് ആണെങ്കിൽ പോലും റെഗുലർ കോളേജിൻ്റെ എല്ലാ സൗകര്യങ്ങളും എല്ലാ തരത്തിലുള്ള നിലവാരങ്ങളും പുലർത്തിക്കൊണ്ടാണ് 10 വർഷവും ഈ കോളേജ് നിലനിർത്തി നടന്നു വരുന്നത്. ഒരുപക്ഷെ ഈ കോളേജ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ ആ പ്രദേശത്തുള്ള പലരുടെയും വിദ്യാഭ്യാസം മുടങ്ങുമായിരുന്നു. അത് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ തുടർ വിദ്യാഭ്യാസത്തിന് അവർക്ക് പുറത്തേക്ക് പോകാനോ ദൂരമുള്ള സ്ഥലത്തേക്കോ പോകാനുള്ള സ്ത്രീകൾക്ക് അവരുടെ വിദ്യാഭ്യാസം നിറവേറ്റാൻ ഉയർന്ന തലത്തിൽ തന്നെ നിറവേറ്റാനുള്ള ഒരു സൗകര്യമാണ് ഈ മുബാറക്ക വിമൻസ് കോളേജ് ഈ 10 വർഷവും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലയളവിൽ ഇവിടെ പഠിച്ചിറങ്ങിയ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരെല്ലാം 10ാം വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ കോളേജ് കമ്മിറ്റി പ്രസിഡന്റ് C. ഹാരിസ് ഹാജി, സെക്രട്ടറി ബഷീർ ചെറിയാണ്ടി, കോളേജ് കമ്മിറ്റി കറസ്പോണ്ടന്റ് പ്രൊഫസർ AP സുബേർ, MMHSS കമ്മിറ്റി പ്രസിഡന്റ് AK സക്കരിയ, കോളേജ് പ്രിൻസിപ്പാൾ നൂറ നാസർ, കോളേജ് കമ്മിറ്റി ട്രഷറർ തഫ്ലി മാണിയാട്ട് എന്നിവർ പങ്കെടുത്തു. 6 കേരള ബറ്റാലിയൻ NCC തലശ്ശേരിയുടെ കീഴിലുള്ള രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC കേഡറ്റുകൾ NCC ദിനാചരണത്തിന്റെ ഭാഗമായി റാലി നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂൾ പ്രധാനാധ്യാപിക N. സ്മിത നിർവഹിച്ചു. 6 കേരള ബറ്റാലിയൻ NCC തലശ്ശേരിയുടെ കീഴിലുള്ള രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC കേഡറ്റുകൾ NCC ദിനാചരണത്തിന്റെ ഭാഗമായി റാലി നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം പ്രധാനാധ്യാപിക N. സ്മിത നിർവഹിച്ചു. NCC വാർഷികം ആഘോഷിക്കുന്ന
ഞങ്ങൾക്ക് നമ്മുടെ രാമോരാസം സ്കൂൾ യൂണിറ്റിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമ്മൾ എല്ലായിടത്തും വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് ഈ ദിവസത്തോടനുബന്ധിച്ച് നടത്തി വരുന്നത്. സാറ് പറഞ്ഞത് ഇന്ന് ഈ ഒരു റാലിയും നാളെ കൾച്ചറൽ പ്രോഗ്രാം ചിൽഡ്രൻസ് ഹോമിൽ വെച്ച് നടത്താനുമാണ് നമ്മുടെ യൂണിറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. 7 വർഷമായി ഈ സ്കൂളിൽ NCC സ്റ്റാർട്ട് ചെയ്തിട്ട്. അവിടുന്ന് തൊട്ട് ഇങ്ങോളം രാമോലാസം ഹയർ സെക്കൻഡറി സ്കൂളിന് ഏറ്റവും അഭിമാനം നൽകുന്ന പ്രവർത്തനങ്ങളാണ് നമ്മുടെ യൂണിറ്റുകൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. NCC ഓഫീസർ TP രാവിദ് അധ്യക്ഷനായി. സ്റ്റാഫ് സെക്രട്ടറി A രജീഷ്, SRG കൺവീനർ PM രജീഷ് എന്നിവർ സംസാരിച്ചു. റാലിയുടെ ഫ്ളാഗ് ഓഫും പ്രധാനാധ്യാപിക നിർവഹിച്ചു. 50ഓളം കേഡറ്റുകൾ പങ്കെടുത്തു. സ്കൂളിൽ നിന്ന് ആരംഭിച്ച റാലി ചൊക്ലി ടൗൺ ചുറ്റി സ്കൂളിൽ സമാപിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ അസ്തമയത്തിന്റെ സൂര്യോദയമാകും ഈ തെരഞ്ഞെടുപ്പെന്ന് BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി. തെരഞ്ഞെടുപ്പിൽ BJP മികച്ച വിജയം നേടുമെന്നും AP അബ്ദുള്ളക്കുട്ടി. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിൽ ലീഗിന് തലവേദനയായി വിമത സ്ഥാനാർത്ഥി രംഗത്ത്. മത്സരിക്കുന്നത് ലീഗ് മണ്ഡലം കമ്മിറ്റി അംഗവും STU സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പാറക്കൽ നസീർ. പയ്യന്നൂർ നഗരസഭയിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന CPM ബ്രാഞ്ച് സെക്രട്ടറി C വൈശാഖിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.